ലിസി ടോക്കീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ സമ്മറാണ്, എല്ലാവരും ഈവനിങ് വാക്കിനൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങളും നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട ഒരു ഫോറസ്റ്റിലേക്കാണ് പോയത്. അതൊരു പോർട്ട്ലാൻഡ് പാർക്കാണെന്നാണ് പേര്. അപ്പോൾ അവിടെ കണ്ടതൊക്കെ നിങ്ങൾ തന്നെ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പേരാണ് പോർട്ട്ലാൻഡ് പാർക്ക് എന്നാണ്. പക്ഷേ ഇതൊരു ഫോറസ്റ്റ് പോലെ എനിക്ക് തോന്നിയത്. നമ്മുടെ നാട്ടിൽ പറയുന്ന പാർക്ക് പോലത്തെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് അല്ല ഇവിടെ. നമ്മൾക്ക് ഒരു ഈവനിങ് വാക്കിനും കാണാനും ഒരു ഫോറസ്റ്റിലൂടെയുള്ള നടക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം അതാണിത്. പിന്നെ ഇവിടെ സ്പ്രിങ് ആയതുകൊണ്ട് റോഡ് സൈഡിൽ നിറച്ച് മനോഹരമായ കളേഴ്സുള്ള പൂക്കളാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാം. പിന്നെ നമ്മൾ പണ്ട് നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ പല കുഞ്ഞു റോഡരികിലും സൈഡിലൊക്കെ കാണുന്ന ആ തട്ടി കളിക്കുന്ന നേരത്തെ കണ്ടില്ലേ, ആ പൂക്കൾ ഇവിടെ ഒത്തിരി ഉണ്ട്. അത് പൂവാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മളത് ഒത്തിരി തട്ടി കളിച്ചിട്ട് അതിൻ്റെ തൂവലിങ്ങനെ പാറി നടക്കുന്ന പോലത്തെ ഉള്ളതും അതുപോലത്തെയും പിന്നെ കണ്ടോ, ഇതെന്തൊരു നീല ലാവൻഡർ കളറിൽ എന്ത് രസമാണ് അതിലെ പൂ കാണാൻ. പിന്നെ നേരത്തെ കണ്ടതാണ് ഇവിടെ ഒരു കഫേ ഉണ്ട്. അത് എല്ലാ ദിവസവും ഓപ്പൺ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് വർക്കിംഗ് ആണ്, കാരണം അവിടെ കാർസൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പാർക്കിൽ എവിടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡൈവേർഷനായിട്ടുള്ള റോഡുകളുണ്ട്. പക്ഷെ നമ്മൾ അവിടേക്കൊന്നും പോയി നോക്കിയില്ല, കാരണം താഴത്തോട്ട് ഇറങ്ങാനും മേലേക്ക് കയറാനും സ്റ്റെപ്സ് കയറാനും ഒക്കെ ഉണ്ട്. കണ്ടോ, ഇതിപ്പോൾ മേലോട്ട് പോകാനുള്ള വഴിയാണ്. പിന്നെ നേരത്തെ സ്റ്റെപ്പുകൾ കണ്ടില്ലായിരുന്നു, അത് താഴോട്ട് ഇറങ്ങി പോകാനുള്ളതാണ്. പക്ഷെ ഞങ്ങൾ ഒത്തിരി ലേറ്റായിട്ടാണ് നടക്കാൻ ഇറങ്ങിയത്. ഒരു നൈറ്റ് 8 o'clock ആണ്. ലൈറ്റ് കണ്ടിട്ട് കാര്യമില്ല, ഇവിടെ ലേറ്റായിട്ടാണ് സൺസെറ്റ് ആവുന്നത്. അപ്പോൾ ഒരു 8 o'clock ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് പിന്നീട് ഒരു ദിവസം വന്നിട്ട് പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള കിളികളുടെയും ഗ്രീനറി ഭയങ്കരമായിട്ടാണ്. ഫോട്ടോജനിക് ആയിട്ടുള്ള പ്ലേസസാണ് എവിടെ നോക്കിയാലും. പക്ഷേ നമ്മൾ ശരിക്കും കാട്ടിൽ പോയിട്ടുള്ള സൗണ്ടുകളാണ് എനിക്കിവിടെ കേൾക്കാൻ പറ്റിയത്. ഞാൻ പല വീഡിയോ ക്ലിപ്സിലും ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. പക്ഷേ ചില ക്ലിപ്പുകളിലൊക്കെ ഞാൻ അത് കേൾക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ സൗണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്ത് രസമാണല്ലേ കിളികളിൽ. ഇത് കംപ്ലീറ്റ്, അതായത് ഈ നടത്തത്തിൽ മൊത്തം ഇങ്ങനത്തെ കിളികളുടെ സൗണ്ടുകളായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ള സൗണ്ടുകളായിരുന്നു. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും. പിന്നെ ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ആ റെയിൽവേ സ്റ്റേഷനിൽ എന്നാണ് ഫൗണ്ട് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസും പണ്ടത്തെ പിക്ചേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു നെയിം ബോർഡാണ്. ഈ നെയിം ബോർഡിൻ്റെ സൈഡിലോട്ട്, അതായത് റൈറ്റിലോട്ട് ഒരു ചെറിയൊരു പാത്വേ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ റെയിൽവേയുടെ, അതായത് പാളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം. അത് വർക്കിംഗ് അല്ല. വർക്കിംഗ് ആയിട്ടുള്ളത് മുന്നിലുണ്ട്, പക്ഷേ ആ സൈഡിലുള്ളത് വർക്കിംഗ് അല്ല. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ വീഡിയോ എടുത്തില്ല. അവിടെ എന്തോ എഴുതി വെച്ച് വെച്ചാൽ പണ്ട് റോബിൻ ഹുഡിൻ്റെ അതായത് പുള്ളി ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു പാർട്ടായിരുന്നു ആ റെയിൽവേ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് പോർട്ട്ലാൻഡ് പാർക്കിൻ്റെ നെയിം ബോർഡ്. പിന്നെ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് അവൈലബിൾ ഉള്ളതെന്നാണ് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഇവിടെ ഒരു കഫേ ഉണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഹോഴ്സ് റൈഡിങ് അങ്ങനത്തെ എന്തൊക്കെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ വ്യക്തമായിട്ട് എനിക്കറിയില്ല. പിന്നെ ഇതാണ് ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള റെയിൽവേ പാളം. ഇതുകൊണ്ട് നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ലൈറ്റ്സൊന്നും ഞാൻ കണ്ടില്ല. അവിടെ ഗ്രീൻ റെഡ് അങ്ങനത്തെ ലൈറ്റ്സൊന്നും കണ്ടില്ല. ബട്ട് ഞാൻ രണ്ട് സൈഡിലേക്ക് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ക്രോസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ രസമായിട്ടുള്ള കുന്നെന്ന് പറയുക. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം കുറേ ഫോട്ടോസ് എടുക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിൽ സന്തോഷം കൊണ്ടാണ് ഞാൻ ഈ ഇറങ്ങിപ്പോകുന്നത്. ആ വീഡിയോയിൽ ഞാനിങ്ങനെ ചാടി പോകുന്നത്. എവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, ആ ഭാഗത്തുനിന്ന് എടുക്കണോ ഈ ഭാഗത്തുനിന്ന് എടുക്കണോ, വീഡിയോ എടുക്കണോ, എന്തൊക്കെ എടുക്കണം എന്നുള്ള ഭയങ്കരമായ സന്തോഷത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, ഞാൻ എന്ത് രസമാലേ കാണാൻ. നമ്മൾ വാഗമണ്ണൊക്കെ പോയിട്ടുള്ള പോലെ, മൊട്ടക്കുന്നെന്നൊക്കെ പറയണ പോലത്തെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള പ്ലേസസ്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ കുന്നുകളിലും കുഞ്ഞു വെള്ളയും മഞ്ഞയും നിറങ്ങളിലുള്ള പൂക്കളും ഉണ്ട്. അപ്പോൾ ഭയങ്കര മനോഹരമായിട്ടാണ് ഈ സ്ഥലം കാണാൻ. വീഡിയോയിൽ അത് എത്രത്തോളം നിങ്ങൾക്കതിൻ്റെ സൗന്ദര്യം കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല രസമുള്ളൊരു പ്ലേസാണ്, നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു അരുവിയുണ്ട്. കുഞ്ഞരുവിയാണ്, ഒത്തിരി വെള്ളമൊന്നുമില്ല, പക്ഷേ ചെറുതായിട്ട് വെള്ളമുണ്ട്.
അപ്പോൾ ഞാനത് നോക്കി നിന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്തോരം പുഴകളും ഇതൊക്കെ കണ്ടിട്ട് അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു കണ്ടു. ചെറിയൊരു അരുവിയാണ്, പക്ഷെ ഇത് ഭയങ്കര നീളത്തിൽ പോകുന്നുണ്ട്. കാരണം ഞാൻ ഇത് ഈ പാർക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇതിൻ്റെ ഒരു കൊച്ചു ഭാഗം കണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് മുതലുണ്ട്. പിന്നെ അവിടെ നിന്ന് കടന്നപ്പോൾ വീണ്ടും മനോഹരമായിട്ടുള്ള സ്ഥലം. സൺസെറ്റ് ആവാറായി, സണ്ണ് താഴോട്ട് പോയി തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.